ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ചെട്ടിക്കാടുള്ള വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ ദേവാലയത്തിൻ്റെ മുറ്റത്താണ്. ഓക്കെ, നമുക്ക് വീഡിയോ വിശേഷിച്ച് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുക, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ ദേവാലയം, ഈ ദേവാലയം വെഞ്ചരിച്ചത് 1954 ജൂണിലാണ്. രണ്ട് ദേവാലയമുണ്ട്, പഴയ ദേവാലയമുണ്ട്, പുതിയ ദേവാലയമുണ്ട്. 1983 ഈ ദേവാലയം ഒരു തീർത്ഥ കേന്ദ്രമായി മാറിയത്. 1987 പുതിയ ദേവാലയം സ്ഥാപിച്ചു. അപ്പോൾ ഇവിടെ ഒരുപാട് നേർച്ചകളൊക്കെ ഉണ്ട്. പൊന്നാക്ക് സമർപ്പിക്കൽ, പിന്നെ തുലാഭാരം, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നേർച്ചകളുണ്ട്. പിന്നെ ഇവിടെ വന്ന് കാശ് ഇങ്ങനെ നോട്ടുമാല കഴുത്തിലിട്ട അന്തോണീസ് പുണ്യാളനെ കണ്ടില്ലേ? അപ്പോൾ നോട്ടുമാല അന്തോണീസ് പുണ്യാളൻ കർത്താവിനും കഴുത്തിലിടുന്ന നേർച്ചയുണ്ട്. പിന്നെ ഇവിടെ അന്തോണീസ് പുണ്യാളൻ്റെ അഴുകാത്ത നാവ് ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 തിരുശേഷിപ്പുകൾ അന്തോണീസ് പുണ്യാളനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ 1973 ഇവിടെ നൊവേനയും അന്തോണീസ് പുണ്യാളൻ നൊവേന ആരംഭിച്ചത്. നൊവേന ലതീഞ്ഞൊക്കെ ആരംഭിച്ചത്, നൊവേന ഗാനങ്ങളൊക്കെ ആരംഭിച്ചത്. 1977 ഊട്ടുസദ്യ ആരംഭിച്ചത് ഇവിടെ. അപ്പം ഞങ്ങളിവിടെ ഇപ്പോൾ നവനാളിൻ്റെ, അതായത് മെയ്യിലാണ് ഇവിടെ അന്തോണീസ് പുണ്യാളൻ്റെ ഊട്ടുതിരുന്നാൾ. അപ്പോൾ ഊട്ടുതിരുന്നാളിന് മുമ്പ് ഇവിടെ 9 ചൊവ്വാഴ്ചകളിൽ ഇവിടെ നവനാളുണ്ട്. അപ്പോൾ ആ നവനാളിൻ്റെ ആദ്യ ദിനത്തിലാണ് ഞങ്ങൾ അവിടേക്ക് പോയത്, അന്തോണീസ് പുണ്യാളൻ ദേവാലയത്തിലേക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ ഊട്ടുഭക്ഷണം കഴിച്ചു. ആ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പിൽഗ്രിം സെൻറ്റർ ഉണ്ട്. ഈ കാണുന്നതാണ് സെയിൻറ്റ് ആൻ്റണീസ് പിൽഗ്രിം സെൻറ്റർ. അപ്പോൾ ഇവിടെ ഒരുപാട് ദൂരം നിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടെ അന്തോണീസ് പുണ്യാളൻ്റെ ലതീനിലും നൊവേനയിലും കർത്താവിൻ്റെ കുർബാനയിലും ആരാധനയും പങ്കുകൊള്ളാനും പ്രത്യേക സൗകര്യങ്ങളൊക്കെ, താമസ സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. കുമ്പസാരം കൗൺസിലിംഗ് ഒക്കെ അവിടെ തന്നെ നടക്കുന്നത്, ആ ഭാഗങ്ങളാണ് നടക്കുന്നത്. ഇവിടെ പുതിയ ദേവാലയം കാണിച്ചിട്ടുണ്ട്. കിഴക്കിൻ്റെ പാതുന്ന ആ എഴുതിയ ഭാഗമാണ് പഴയ ദേവാലയം. തൊട്ടടുത്ത് തന്നെ പുതിയ ദേവാലയം കാണിക്കുന്നുണ്ട്. 1941 ഇവിടെ അത്ഭുത കിണറുണ്ടായത്. അന്തോണീസ് പുണ്യാളൻ ഉണ്ണീശനെ കുളിപ്പിക്കുന്ന ഒരു രംഗം ദിവ്യദർശനത്തിൽ അച്ഛന് കണ്ടു. അങ്ങനെ അവിടെ അത്ഭുത കിണറുണ്ടായിരുന്നു. അങ്ങനെ ആ കിണർ അത്ഭുത കിണറായി മാറിയെന്നാണ് പറയുന്നത്.